ആനി തന്റെ ഹസ്ബൻഡിനെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പട്ടാളത്തിൽ നിന്നും ലീവിന് വരുന്ന ഹസ്ബൻഡിനെ കാത്തിരിക്കുകയാണ്. യൂണിഫോമിൽ വരുന്ന ഒരാളെ കണ്ടതും ഹസ്ബൻഡ് ആണെന്ന് കരുതി സർപ്രൈസ് കൊടുക്കാൻ അവൾ ഒളിച്ചിരിക്കുന്നു. അയാൾ അകത്തു വന്നപ്പോൾ ആള് മാറി എന്ന് മനസ്സിലായി അവൾ ഒരു പാൻ എടുത്തുകൊണ്ട് അയാളുടെ തലക്കടിച്ചു. വേദന കൊണ്ട് നിലത്ത് വീണ അയാൾ ഹസ്ബൻഡിന്റെ ഫോട്ടോ അവളെ കാണിച്ചു. അത് കണ്ടതും കരഞ്ഞുകൊണ്ട് അവൾ നിലത്തിരുന്നു. അയാൾ ആനിയുടെ കയ്യിൽ നിന്നും റിംഗ് ഊരി അയാളുടെ റിംഗ് ഇട്ടുകൊടുത്തു. ഇതാണ് മോർഗൻ, ഹസ്ബൻഡിന്റെ ഉറ്റ സുഹൃത്താണ്. അവസാനം അവൻ എന്നോട് ആവശ്യപ്പെട്ടത് ആനിയെ ഇനി ജീവിതകാലം മുഴുവൻ നോക്കാനാണ്. അതായത് മോർഗനാണ് ആനിയുടെ പുതിയ ഹസ്ബൻഡ്. എന്നാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയ വേദനയിലായിരുന്നു ആനി. ആ വേദനയിൽ തന്നെ മോർഗന് റിംഗ് തിരിച്ചു കൊടുത്ത് വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ഹസ്ബൻഡിന്റെ വേർപാട് അവളിൽ ആഴത്തിൽ മുറിവ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവൾ വിഷമം അകറ്റാൻ മദ്യപിക്കാൻ തുടങ്ങി. അവൾ യുദ്ധം തന്നെ വെറുത്തു. ഒരു ദിവസം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് മോർഗൻ പുറത്തുണ്ടായിരുന്നു. അവൾ വീഴുന്ന ശബ്ദം കേട്ട് മോർഗൻ അകത്ത് കയറി അവളെ രക്ഷിച്ചു. അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഷവർ ഓൺ ചെയ്തു. വെള്ളം തലയിൽ വീണതും അവൾക്ക് ബോധം വന്നു. ആ സമയത്തൊക്കെ അവൾ ആലോചിച്ചത് മോർഗനെ എത്രയൊക്കെ രീതിയിൽ അപമാനിച്ചു എന്നതാണ്. എന്നിട്ടും സുഹൃത്തിന് കൊടുത്ത വാക്കിന് വേണ്ടി അവൻ അവളെ പ്രൊട്ടക്ട് ചെയ്തു. ബാത്റൂമിൽ നിന്ന് അവൾ പുറത്തിറങ്ങുമ്പോൾ മോർഗൻ ഹസ്ബൻഡിന്റെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. ആനി പഴയ ഓർമ്മകൾ ഓർത്തുകൊണ്ട് മോർഗന്റെ തോളിൽ ചാരി പറഞ്ഞു. അവസാനം ഗുഡ് ബൈ പറയുമ്പോൾ അവന് നൽകിയ ഉമ്മ മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മോർഗൻ അത് കേട്ട് ഒരക്ഷരം മിണ്ടിയില്ല. അവളുടെ മുഖത്ത് പിടിച്ചുകൊണ്ട് ഒരു കിസ് കൊടുക്കുന്നു. അതിനുശേഷം അവളോടൊപ്പം എല്ലാത്തിനും അവളുടെ കൂടെ തന്നെ മോർഗൻ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കുക്ക് ചെയ്തു, ബുക്കുകൾ വായിച്ചു, സൈക്കിൾ റൈഡ് ചെയ്തു. മോർഗൻ സർപ്രൈസുകൾ നൽകാൻ തുടങ്ങി. പതിയെ അവൾ ഹസ്ബൻഡിന്റെ വേർപാടിൽ നിന്നുമുള്ള വിഷമം മാറി മോർഗനെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ആഘോഷത്തിനിടയിൽ മോർഗൻ വന്ന് തിരിച്ച് തനിക്ക് ജോലിക്ക് കയറാൻ ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് ആനിയോട് പറയുന്നു. അത് കേട്ടതും അവൾ വളരെ ടെൻസ്ഡായി. ഇനി മോർഗനെ കൂടി നഷ്ടപ്പെടാൻ അവൾക്ക് കഴിയില്ല. പക്ഷേ മോർഗന് പോകാതെ വേറെ വഴിയില്ല. ഗുഡ് ബൈ പറഞ്ഞ് ഒരു കിസ്സും അടിച്ച് മോർഗൻ യാത്രയായി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മോർഗനെ ആനി കാത്തിരിക്കുന്നു.